പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും നേതാക്കളെ സഹോദരന്മാരെ ചോദിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തെ സഹോദരന്മാരെ ഒരു കൂട്ടം ഭീകരർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് ക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം. അതിന് ശക്തമായ മറുപടി കൊടുക്കുവാൻ രാജ്യം തയ്യാറായി. ശക്തമായ രീതിയിൽ തീവ്രവാദ ക്യാമ്പുകളെ തകർത്തു, ശക്തിയെടുത്ത് നമുക്ക് ഇന്ത്യ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒരു ക്രൂരതയ്ക്ക് മുന്നിലും നമ്മൾ ഒരങ്ങത്തില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ആ ഐക്യം എല്ലാം കാത്തുസൂക്ഷിക്കുവാൻ ഭാരതത്തിന്റെ സൈനികർക്ക് സാധിക്കും. സൈനിക ശക്തിക്ക് തെളിയിച്ച കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. ഇപ്പോൾ നമുക്കറിയാം, തൊട്ടു മുമ്പ് ഈ പരിപാടി തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാനുമായി സീസ് ഫയർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വാർത്ത കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് സമാധാനം തിരിച്ചു വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനിയും ഇതുപോലെ ആക്രമിക്കുവാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ അതിന് ശക്തമായ മറുപടി കൊടുക്കുവാൻ ഇന്ത്യൻ സേന ശക്തമാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അതിനെ എല്ലാവിധമായ അഭിവാദ്യങ്ങൾ ജീവിതം നിലവൽക്കരിച്ചുകൊണ്ട് സ്വന്തം ജീവിതം ഒന്നും പരിഗണിക്കാതെ ഈ നാടിനു വേണ്ടി മഞ്ഞത്തും വെയിലത്തും എല്ലാം പോയി അവിടെ പാകിസ്ഥാന്റെ ബോർഡറിൽ പോയി താമസിക്കുന്ന, അവർ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന എല്ലാ ധീരദേശാഭിമാനികളെയും ഈ അവസരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നഷ്ടങ്ങൾ പലതേ ഉണ്ടായിട്ടുണ്ട്. അവരെ കൂടി സംരക്ഷിക്കുവാൻ കൂടി നമ്മൾ തയ്യാറാവണം എന്ന് കൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഈ പരിപാടിയിൽ നമ്മുടെ ബഹുമാനായ എംഎൽഎയും അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കേണ്ട നമ്മുടെ ഈ പരിപാടിക്ക് കുറിച്ച് പറയുന്നതിന് വേണ്ടി ദേശീയ ക്ഷണിക്കും. നമ്മുടെ ഇന്ത്യൻ സേനയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള മണ്ഡലം കമ്മിറ്റിയുടെ പ്രകടനമാണ് ഇവിടെ നടന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടി അവസാനിക്കും.